മുൻ അധ്യാപകൻ രചിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയ പൊന്നോണം പൊളിയാണേ എന്ന പാട്ട് എഴുതിയിരിക്കുന്നതും ദൃശ്യാവിഷ്കരണം നടത്തിയിരിക്കുന്നതും പത്തിയൂർ SKVHSലെ അധ്യാപകനായിരുന്ന ചെറിയനാട് സ്വദേശി N ശ്രീകുമാറാണ്. മുൻ അധ്യാപകൻ രചിച്ച ഓണപ്പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധേയമാകുന്നു. കായംകുളം പത്തിയൂർ SKVHSലെ അധ്യാപകനായിരുന്ന ചെറിയനാട് ശ്രീവത്സത്തിൽ N ശ്രീകുമാർ രചിച്ച പൊന്നോണം പൊളിയാണേ എന്ന ഗാനമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. നഷ്ടപ്പെടുന്ന ഓണക്കാഴ്ചകളും ഓണകാലത്തെ പ്രകൃതിയും കൈമോശം വരുന്ന മൂല്യങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന ഓണപ്പാട്ടിലെ വരികളിൽ ഗ്രഹാതുരത്വം അനുഭവപ്പെടുന്നതാണ്. പൊന്നോണം വരവായേ പൂക്കാലം വരവായേ പൊന്നോണപ്പൂത്തുമ്പി പാറി പാറി നടക്കുന്നേ പൊന്നോണം വരവായേ പൂക്കാലം വരവായേ പൊന്നോണപ്പൂത്തുമ്പി പാറി പാറി നടക്കുന്നേ. വരികളിൽ ഗ്രഹാതുരത്വം അനുഭവപ്പെടുന്നുണ്ട്. ഗായികയായ ഷേനിഷ സിബിനാണ് സംഗീതം നൽകി പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് മ്യൂസിക് ഞാൻ എഴുതി മ്യൂസിക് ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള ഷേനിഷ സിബിൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. വളരെ നല്ല രീതിയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുകയും അതിലുപരി മനോഹരമായിട്ട് അത് ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സംഗീതവും ആലാപനവും നിർവഹിച്ചത് ഷേണിബ സിബിനാണ്. അപ്പോൾ എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അത് പിന്നീട് ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത്. പാട്ട് മനോഹരമായി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ശ്രീകുമാർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകളായ ഡോക്ടർ കാവ്യ ശ്രീകുമാർ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുമുണ്ട്. പിതാവിന്റെ നവതിയോടനുബന്ധിച്ച് എഴുതിയ കവിത ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ശ്രീകുമാർ എഴുത്തിന്റെ വഴിയിൽ സജീവമാകുന്നത്. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ കുറിച്ചുള്ള നിയോഗം എന്ന പാട്ട്, കേപ്പ് വർദ്ധയുടെ തീപ്പൊരി ഗോളി വസീഞ്ഞയെക്കുറിച്ചുള്ള പാട്ട്, ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള പാട്ട്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തിഗാനം എന്നിവയെല്ലാം ശ്രീകുമാർ രചിച്ചിട്ടുണ്ട്. അധ്യാപികയായ സ്മിത രാമചന്ദ്രനാണ് ഭാര്യ. ഡോക്ടർ കാവ്യ ശ്രീകുമാറിനെ കൂടാതെ കാർത്തിക് ശ്രീകുമാർ എന്ന മകൻ കൂടിയുണ്ട്. CDNet ന്യൂസ് കായംകുളം.